ആപ്കി അദാലത്തിൽ മുഹമ്മദ് സാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ദേശദ്രോഹ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഷാബുദ്ദീൻ സർ, വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ താങ്കൾ കാരണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ചിലരെ ജോലിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു. ആ ലിസ്റ്റിൽ ഫോർമൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഓജ സർ, അദ്ദേഹം താങ്കളെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് താങ്കൾ ഒരു പ്രാവശ്യം കേൾക്കൂ. ഷാബുദ്ദീൻ ഒരു ക്രൂരനായ കുറ്റവാളിയാണ്. കൊലപാതകം, കൊള്ള, കിഡ്നാപ്പിംഗ് ഇതുപോലെയുള്ള ഏതൊരു വലിയ വലിയ കുറ്റങ്ങളുടെ കാര്യം എടുത്താലും ഇദ്ദേഹം അതൊന്നും തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാതിരിക്കുന്നില്ല. അതിൽ അദ്ദേഹം ഇൻവോൾവ് ആവാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം ഒരു ISI ഏജന്റാണ്. അതിനുള്ള തെളിവുമുണ്ട്. ഇന്ന് CBI പോലും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അവരവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഡൽഹി പോലീസിന്റെ മുന്നിൽ ഒരു തെളിവ് വന്നിട്ടുണ്ട്. അൽഖ്വയ്ദയായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന്. അൽഖ്വയ്ദ അതുപോലെ കാശ്മീരിലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ മുഖേന അദ്ദേഹത്തിന് AK-47 പോലെയുള്ള വെപ്പണുകളൊക്കെ കിട്ടുന്നുണ്ട്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം ബീഹാർ സർക്കാരിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ്. ആ സർക്കാരിന്റെ ഒരു DGP. ആ സർക്കാരിന്റെ പാർട്ടിയിലല്ലേ താങ്കളും ഉള്ളത്? അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ചയാളാണ്. അദ്ദേഹം ഇലക്ഷനിൽ ജോലി എന്ന് പറഞ്ഞു വിട്ടാ പിന്നെ അദ്ദേഹം നേരത്തെ അതിലുണ്ടായിരുന്നയാളാണ്. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലേ, അതിന് അടുത്ത് തന്നെ എന്റെയും സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം മൊസാദ് ഏജന്റാന്ന് പറഞ്ഞു. അദ്ദേഹം ഏജന്റ് ആയില്ലല്ലോ. അതിനൊക്കെ ഒരു പ്രൂഫ് വേണം സാർ. അതുകൊണ്ട് ഇപ്പൊ എന്താ പറയുന്നത്? അതൊക്കെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആംബിഷനായിരുന്നു. ഇപ്പോൾ അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പാർലമെന്റിൽ 1700 1800 വോട്ട് മേടിച്ചു. സോ പബ്ലിക് അദ്ദേഹത്തെ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ. മീഡിയയിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വന്നെന്ന് വെച്ചാ, ലാലു യാദവ് താങ്കളെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടിയാണ് താങ്കളെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി DGPയെ ഉപയോഗപ്പെടുത്തിയതെന്ന്. ഒരു മിനിറ്റ്, ഞാൻ പറയാമെന്ന കാര്യം പറയാം. ഈയിടയ്ക്ക് UPയിൽ ഒരു കേസ് നടന്നിരുന്നു. UPയുടെ എക്സ് ചീഫ് മിനിസ്ട്രി, അതായത് ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം. അവിടെയും റെയ്ഡൊക്കെ നടന്നിരുന്നു. താങ്കൾ ബീഹാറിനെ കുറിച്ച് ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്റെ ബന്ധുക്കളും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അദ്ദേഹം താങ്കളെ ജയിലിലേക്ക് അയച്ചു, അതിനുശേഷം അദ്ദേഹത്തെ DGP പോസ്റ്റിംഗിൽ നിന്ന് എടുത്തു കളഞ്ഞു. അല്ല, അദ്ദേഹം സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം അങ്ങനെയൊന്നുമില്ല. ഇലക്ഷനിൽ മത്സരിക്കാൻ അദ്ദേഹത്തില് JDUവിൽ ഒരു ടിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ JDU പറഞ്ഞു ശിവാനിൽ നിൽക്കുകയാണെങ്കിൽ തരാമെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ശിവാനിൽ മത്സരിക്കാൻ തയ്യാറല്ലെന്ന്. അവർ അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ബഗുസറയിൽ കണ്ടക്ട് ചെയ്തത്. DGP സാർ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. അൽഖ്വയ്ദ കൂടെ കണക്ഷനുണ്ട്, ISIക്കൊപ്പം കണക്ഷൻ. അതായത് ഞാൻ ജയിലിലായിരുന്നപ്പോഴാണ് അദ്ദേഹം അലിഗേഷൻ ചെയ്തത്. മനുവർ ഹുസൈൻ റാണ ഒരു കവിയാണ്. അദ്ദേഹം എനിക്ക് എഴുതി അയച്ചിരുന്നു. അദ്ദേഹം എഴുതിയത് എന്നെ ISI എന്ന് മുദ്ര കുത്തി കൊടുക്കാൻ പോവുകയാണെന്നാണ്. എന്റെ വീട്ടിലുള്ളൊരു പാത്രത്തിൽ ISI എന്ന് എഴുതിയിരുന്നു. നിങ്ങൾ ആ ISI ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതെങ്കിൽ അത് ഞാനാണ്. ഇത് ഞാൻ സമ്മതിക്കും. 1999 ഫെബ്രുവരി 7 ഹിസ്ബുൾ മുജാഹിദീനിൽ ചേർന്ന ടെററിസ്റ്റായ മുസ്താഖ് അഹമ്മദ് അയാളെ അറസ്റ്റ് ചെയ്തു. വിചാരണ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം. അദ്ദേഹം തീവ്രവാദികളുടെ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുമെന്നും പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റിനെക്കുറിച്ച് ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഇപ്പൊ താങ്കളാണ് ചോദിക്കുന്നത്. ഞാൻ കാശ്മീരിൽ കുറഞ്ഞ പക്ഷം 500 കുട്ടികളെ എന്റെ ഉത്തരവാദിത്വത്തിൽ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡോക്ടേഴ്സായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 500 കുടുംബങ്ങളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരുടെ വീടുകളിലേക്ക് ഞാൻ ഇന്നും പോകുന്നുണ്ട്, നാളെയും പോകും, എപ്പോഴും പോകും. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പഴയ ബന്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 500 ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കമാൻഡർമാരുണ്ടോ? അല്ലല്ല, ഒരുപാട് പേർ DUവിൽ പ്രൊഫസേഴ്സ് ആയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മറ്റെന്തെങ്കിലും കാര്യം പുറത്തു വന്നിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഒരാളിപ്പോൾ DUവിൽ പ്രൊഫസറാണെന്ന് വെച്ചോളൂ. ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മറ്റെന്തെങ്കിലും കാര്യം പുറത്തു വന്നിരിക്കാം. നമ്മുടെ പാർലമെന്റ് അറ്റാക്ക് നടന്ന സമയത്ത് അതുമായി ലിങ്ക് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ തലയിടാൻ ബന്ധമുണ്ടോ ഇല്ലയോ? ഞാൻ 500 കുടുംബങ്ങളിൽ നിന്ന് 500 ഡോക്ടേഴ്സിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് ആ 500 കുടുംബങ്ങളെയും അറിയാം. ആ 500 കുടുംബങ്ങളിൽ എത്ര മുസ്താഖുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ? പക്ഷെ 500 ഡോക്ടർമാരെ സൃഷ്ടിക്കുമ്പോൾ താങ്കൾ ഒരു തീവ്രവാദിയെ സൃഷ്ടിച്ചാൽ പോലും അത് രാജ്യത്തിന് ദോഷമല്ല.
നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് രജിത് സാർ. ഞാനായിരിക്കും ആദ്യത്തെ വ്യക്തിയായി നിൽക്കുക. അതായത് നമ്മുടെ നാട്ടിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, അതായത് കാർഗിൽ വാർ, എൻ്റെ അടുത്ത് പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട്. ഞാൻ നേരിട്ട് പോയി റെപ്രസെന്റേഷൻ കൊടുത്തു. ഞാൻ ഒരു NCC ട്രെയിൻഡായ വ്യക്തിയാണ്. സ്കൂളിൽ, കോളേജിൽ എനിക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയാം. ഞാൻ ആദ്യ പാർലമെന്റേറിയനായി നിൽക്കും. ഇത് പറഞ്ഞത്, അതായത് നമുക്കും അവസരങ്ങൾ ലഭിക്കണം, എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കണമെങ്കിൽ അതിർത്തിയിൽ ചെന്ന് മരിക്കണമെന്ന് പറഞ്ഞു. എന്റെ പക്കൽ ആ റിക്വസ്റ്റ് ലെറ്ററും ഉണ്ട്, അതിനുള്ള റിപ്ലൈ വന്ന ലെറ്ററും കയ്യിലുണ്ട്. അതുപോലെ എന്റെ അടുത്തൊരു ലെറ്റർ ഉണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ, ഷാബുദ്ദീൻ സാർ ശ്രീനഗറിൽ പോയിരുന്നു. അവിടെ മുസ്താഖിന്റെ വീട്ടിൽ ഹിസ്ബുൾ കുബ്ബാര ഡിവിഷൻ കമാൻഡർ ഫാറൂഖ് മീറിനെ കണ്ടുമുട്ടി. ആ മീറ്റിംഗിൽ എനിക്ക് സെൽഫ് ഡിഫൻസിന് വേണ്ടി ആയുധങ്ങൾ ആവശ്യമുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. സോ അത് അംഗീകരിച്ചുകൊണ്ട് 2001 വീണ്ടും ഒരു പ്രാവശ്യം കൊല്ലാനുള്ള ആയുധങ്ങളുടെ ഒരു ഷിപ്മെന്റ് താങ്കൾക്ക് അയച്ചിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം AK-47 പിസ്റ്റൾസ്, പിന്നെ കാട്രിഡ്ജസ്, ഇതെല്ലാം പഴക്കൂടയിലാണ് അയച്ചത്. അല്ലല്ല, അതായത് എന്റെ പക്കൽ എന്റെ സ്വന്തം റൈഫിളല്ലാതെ മറ്റൊന്നും തന്നെയില്ല. പക്ഷേ ഈ ന്യൂസ് മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ വന്നതാണ്. താങ്കൾ എതിർത്തില്ലല്ലോ? ഇല്ല, അതിനെക്കുറിച്ച് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഞാൻ ഇതിൽ പങ്കെടുക്കാൻ നോട്ടീസ് കിട്ടിയപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നവരെ ഞാൻ ഒന്നും മിണ്ടില്ല. ചോദിക്കാതെ ഞാൻ ദൈവത്തിന്റെ അടുത്ത് പോലും പോവില്ല. പിന്നെങ്ങനെയാണ്?